ഞങ്ങൾ ഇന്ന് വൈനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്ക് വൈൻ ഉണ്ടാക്കിയാലോ ഗൈസ്? ഇവിടെ ജർമ്മനി എവിടെ നോക്കിയാലും കാണാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് ബ്ലാക്ക്ബെറി. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ബ്ലാക്ക്ബെറി പറിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ബ്ലാക്ക്ബെറി വെച്ചൊരു വൈൻ ഇടാനാണ്. ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന മൽബറിയുടെ കൂട്ടൊക്കെ ഇരിക്കും, പക്ഷേ കുറച്ചുകൂടെ വലുതാണിത്. ഇതിനാണെങ്കിൽ മുഴുവനും മുള്ളാണ്, അതിൻ്റെ ഫ്രൂട്ട് ഒഴികെ ബാക്കി മൊത്തം മുള്ള. അപ്പം നമുക്ക് പറിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ഞങ്ങൾ കുറേയൊക്കെ പറിച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് ആദ്യം ചുവപ്പ് കളറിലും പിന്നാണ് അത് ബ്ലാക്ക് കളറിലാവുന്നത്. ബ്ലാക്ക് കളറിലായാലും അതിന് നല്ല പുളിയാണ്. അതേ അമക്കുമ്പം ചെറിയൊരു അമക്കം വരുന്നതിന് മാത്രമാണ് നല്ല മധുരം കിട്ടുന്നത്. 2 ദിവസം മഴയായതുകൊണ്ട് കുറേയൊക്കെ മഴവെള്ളം വീണ് അളിഞ്ഞു പോയി. എന്നാലും മാക്സിമം ആ കാട്ടിൽ നിന്ന് മുഴുവനും ഞങ്ങൾ പറിച്ചെടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ വീടാണ്, ഇവിടെയാണ് ഞങ്ങളുടെ വീട്. വീട്ടിൽ തൊട്ട് താഴെയാടി സംഭവം. ഒരു ബിഷോപ്പർ നിറയെ സാധനങ്ങളാണ്. ഈ വലുത് നമുക്ക് അടുത്തൊരു വീട്ടിൽ നിന്ന് ഞങ്ങൾക്ക് തന്നതാ. ഈ ചെറുത് നമ്മൾ കാട്ടിൽ നിന്ന് പറിച്ചത്. ഇനി നമുക്ക് വൈൻ ഇടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു 3-3.5 കിലോ ബ്ലാക്ക്ബെറി എങ്കിലും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആദ്യം തന്നെ ചെറു ചൂടുവെള്ളത്തിൽ 2-3 വട്ടം കഴുകി നമുക്ക് വെള്ളം കളഞ്ഞ് സെറ്റാക്കി എടുക്കാം. കുറേ കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആ സത്യം മനസ്സിലാക്കിയത്, ഞങ്ങളുടെ ക്യാമറ ഓൺ അല്ലായിരുന്നു എന്ന്. ഇതിനു വേണ്ടി 5 ലിറ്ററിൻ്റെ ഒരു ഗ്ലാസ്സാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതിലേക്ക് ബ്ലാക്ക്ബെറീസ്, പഞ്ചസാര, പിന്നെ നമ്മുടെ സ്പൈസസ് ആയ ഗ്രാമ്പൂ, ഏലക്ക, കറുകപ്പട്ട, അതെല്ലാം കൂടെ ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കണം. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് ഗോതമ്പ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്ക് എല്ലാം കൂടെ നല്ല രീതിക്ക് മിക്സ് ആക്കി എടുക്കാം. ആ മിക്സ് ആക്കുമ്പോൾ തന്നെ ഭയങ്കര കളറാണ് ഇതിന്. എന്നിട്ട് നമ്മൾ നല്ലപോലെ തിളപ്പിച്ചാറിയ ഒരു 3-4 ഗ്ലാസ് വെള്ളം കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഞങ്ങൾ കിഴി കെട്ടി കുറച്ച് ഗോതമ്പ് ഇടുന്നുണ്ട്. അതിടുമ്പോൾ നല്ല രീതി വീര്യം കൂടും. അതിൻ്റെ കൂടെ 1 സ്പൂൺ ഈസ്റ്റും കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ ഫെർമെൻറ്റേഷൻ സ്പീഡപ്പ് ആക്കാൻ സഹായിക്കും. എന്നിട്ട് എല്ലാം കൂടെ മിക്സാക്കി ഒരു 21 ദിവസത്തേക്ക് വെട്ടവും വെളിച്ചവും ഒന്നും കയറാത്ത രീതിയിൽ നമുക്ക് അടച്ചു മാറ്റി വെക്കാം. എന്നിട്ട് 21 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തുറന്നു നോക്കാം. അപ്പോൾ ചൂസ്.